ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സോപ്പാണിത്. നിറം വയ്ക്കാൻ, പാടുകൾ മാറിക്കിട്ടാൻ, സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാൻ, പിന്നെ നമ്മുടെ മുഖവും സ്കിന്നും ഒക്കെ നല്ല തിളക്കത്തോടെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സോപ്പാണിത്. 2 തരം പൊടികൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സോപ്പ് യൂസ് ചെയ്താൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പൊടികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു പൊടിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് പൊട്ടറ്റോ സ്റ്റാർച്ച്, അതായത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അരച്ചെടുത്ത് അത് അരിച്ച് അതിലെ ആ ഒരു അടിയിൽ കിടക്കുന്ന സ്റ്റാർച്ച് മാത്രം ഉണക്കിയെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റാർച്ച് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇനി വരുന്ന വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ചൊക്കെ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും. പൊട്ടറ്റോ സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഉണക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് കട്ട പിടിച്ച പോലെ ഉള്ളത്. അപ്പോൾ കൈ വെച്ച് ഞാനൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൗഡർ പോലെ തന്നെ നമുക്ക് കിട്ടും. സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബേസാണ്. അപ്പോൾ ഇത് സോപ്പ് ബേസാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. ഇത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ്. അപ്പോൾ ഒരു 100 ഗ്രാം ഗ്ലിസറിൻ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരളവിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നേരിട്ട് ചൂടാക്കരുത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാത്രം വെച്ചിട്ടാണ് ഈ ഒരു ബേസ് ഉരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സോപ്പ് ബേസ് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ കനത്തിൽ കട്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ സോപ്പ് ബേസിൽ കനം കുറഞ്ഞത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും, കനം ഉള്ളത് മെൽറ്റ് ആവാൻ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് അതിൽ പത വരും. അപ്പോൾ ഒരേ കനത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ സോപ്പ് ബേസ് നമ്മൾ ഉരുക്കുന്ന സമയത്ത് വല്ലാണ്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ സ്പൂണിനോട് ഇളക്കുമ്പോഴേക്കും അതിങ്ങനെ പതഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒട്ടും പത പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസൊക്കെ ഇവിടെ നല്ലപോലെ ഉരുകിയിട്ടുണ്ട്. പിന്നെ അടിയിലുള്ള ആ ഒരു പാത്രം ഞാൻ മാറ്റിയിട്ടില്ല, കാരണം ഇതിൻ്റെ ചൂട് ആറുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിപ്പോവും. അപ്പോൾ ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രവും വെള്ളവും ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിനി ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ഗ്രാം പൊട്ടറ്റോയുടെ സ്റ്റാർച്ചുമാണ്. അപ്പോൾ നമ്മുടെ 2 പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പത വരാത്ത രീതിയിൽ പതുക്കെ മാത്രം മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനിയും നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ചൂടാറാതെ നോക്കണം. അടിയിലുള്ള പാത്രത്തിൽ വേണമെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ ഈ ഒരു സോപ്പ് ബേസിൽ ഇങ്ങനെ കട്ട പോലെ ഉള്ളത് കൊണ്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഓയിലാണ്, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള. ഞാനിപ്പോൾ ആൽമണ്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ഒരു സോപ്പ് മോൾഡിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്തും ഇതിന് അത്യാവശ്യം ഒരു ചൂട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായിപ്പോകും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അത് മറ്റേ മോൾഡിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ സോപ്പിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. അപ്പോൾ സ്മെല്ലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ഓയിലോ അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സോപ്പിന് നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാകും. ഇനി സ്മെല്ല് വേണം നിർബന്ധം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 8 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏറ്റവും നല്ലത് ഒരു ദിവസം മുഴുവനായിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. പിറ്റേന്ന് എടുത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്കാണ് ഇത് വെക്കുന്നത്. അപ്പം നാളെ ഇതെങ്ങനെയാണ് സെറ്റായി വരുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ്. വെറും ഒരു സോപ്പല്ല, സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന സോപ്പാണ്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം. പതയുണ്ടോ, റിസൾട്ട് കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. സോപ്പ് ഒന്ന് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഉരയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു വരും കേട്ടോ. പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറാൻ ഇത് നന്നായിട്ട് സഹായിക്കുക. സ്കിന്നിലുള്ള പാടുകൾ മാറാൻ, നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് പൊട്ടറ്റോ സ്റ്റാർച്ച്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതും സ്കിൻ കെയർ പ്രോഡക്റ്റിലൊക്കെ അടങ്ങിയിട്ടുള്ളതുമാണ് പൊട്ടറ്റോ സ്റ്റാർച്ച്. പിന്നെ അരിപ്പൊടിയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ റിമൂവ് ആക്കാനും പെട്ടെന്ന് റിമൂവ് ആക്കാനും നല്ല നിറം വയ്ക്കാനും സ്കിന്ന് ഗ്ലോയിങ് ആയിട്ടിരിക്കും, അങ്ങനെ എല്ലാത്തിനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യാം. നിങ്ങളിതിങ്ങനെ സോപ്പ് തേച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാം. നിങ്ങൾക്കിത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ കുളിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് കൈ വാഷ് ചെയ്തു, നല്ലൊരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി തുടച്ചിട്ട് ഒന്നുകൂടെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. നല്ലൊരു സോപ്പായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പെട്ടെന്നൊരു മാറ്റം എന്നല്ല, നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി നോക്കുക. യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്